കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ് SIFL ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവ്. 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവെന്ന സർവകാല റെക്കോർഡ് നേട്ടവും 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. വിറ്റുവരവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. അറ്റാദായവും ഇരട്ടിയാക്കി. തൃശൂർ അത്താണിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് SIFL 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന സർവകാല റെക്കോർഡ് നേട്ടം കൈവരിച്ചു. 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. 2020 കാലഘട്ടത്തിൽ 45 കോടി രൂപയായിരുന്ന വിറ്റുവരവാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കമ്പനി ഇരട്ടിയാക്കിയത് എന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ശോഭനമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയുടെ അവസ്ഥയിലാണ് SIFL ഉള്ളത്. അതിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു പെർഫോമൻസാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ SIFLന് നേടാനായത്. 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന റെക്കോർഡ് നേടുവാനായിട്ട് SIFL സാധിച്ചു. 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടാൻ SIFL കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷത്തിൽ. അതേപോലെ 2.8 കോടി 280 ലക്ഷം രൂപയുടെ അറ്റാദായം നേടുവാനും ഈ സമയത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ SIFL കഴിഞ്ഞു. വിറ്റുവരവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർദ്ധിച്ചു. ലാഭമാണെങ്കിൽ ഏതാണ്ട് ഇരട്ടിയോളം 143 ലക്ഷമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അറ്റാദായം. ഇത് 2.80 കോടി, അതായത് 280 ലക്ഷത്തിൻ്റെ അറ്റാദായത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം കൊണ്ട് 45 കോടി രൂപയിൽ നിന്നും ഇരട്ടി വളർച്ചയാണ് വിറ്റുവരവിൻ്റെ കാര്യത്തിൽ SIFL നേടാനായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കമ്പനി 25 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഈ പ്രവർത്തനങ്ങൾ കമ്പനിയുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കുവാനും അടുത്ത സാമ്പത്തിക വർഷം 110 കോടി രൂപയുടെ വിറ്റുവരവ് നേടുന്നതിന് പ്രാപ്തമാക്കുവാനും കഴിയുമെന്നും മാനേജിംഗ് ഡയറക്ടർ കമാൻഡർ P. സുരേഷ് അറിയിച്ചു. ഇതൊരു നഷ്ടം ഉള്ള കമ്പനിയായിരുന്നു. ആക്ച്വലി 42 കോടിയുടെ വിറ്റുവരവും 5-6 കോടിയുടെ സഞ്ചിത നഷ്ടമായിരുന്നു. നെറ്റ്വർത്തും കുറഞ്ഞിട്ടായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഈ 40 കോടി ഞങ്ങൾ ഓൾമോസ്റ്റ് 90 കോടി 86 ക്രോഡ്സാണ് ലാസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തത്. അതിനിടയിൽ 2 കൊല്ലം കോവിഡ് ഉണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തു. ഈ പ്രതിസന്ധിയൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ട് ഒരു ടീം വർക്കായിട്ട് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ചെയർമാൻ സർ, ഡയറക്ടർ ബോർഡ്, ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ്, വർക്കേഴ്സ്, യൂണിയൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഐ തിങ്ക് ഇന്ന് നമ്മൾ ഈ സ്റ്റേജിൽ SIFLനെ ഒരു മികച്ച സ്റ്റേജിൽ, അതൊരു ഗോൾഡൻ പീരീഡ് എന്ന് പറയാം. ഈ 20 to 25, 26 ഇതൊരു മുമ്പോട്ട് SIFL മുമ്പോട്ട് പോകാൻ ഇത് വളരെ നല്ലൊരു ബേസ് ആയിട്ട് കരുതാം. ഞങ്ങളുടെ ടാർഗറ്റ് ഇപ്പോൾ 100-110 ഞങ്ങൾ കമ്പീറ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഭാരത് ഫോർജ്, രാമകൃഷ്ണ, ഐ തിങ്ക് മഹീന്ദ്ര ഫോർജിങ് ഓൾസോ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ആൻഡ് ഈ പീരിയഡിൽ നിങ്ങൾ അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടോപ്പ് ലൈന് അത്ര ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. പ്രോബ്ലി അവർ വലിയ കമ്പനി ആയതുകൊണ്ടായിരിക്കും അവർക്ക് മോറോലെസ് ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് ആക്ച്വലി SIFL is facing a challenge. ഇപ്പോൾ ഈ വോർ കാരണം ഞങ്ങളുടെ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഭയങ്കര വോളറ്റൈലാവും. എനർജി പ്രൈസ് SIFL വളരെ സെൻസിറ്റീവാണ്. എനർജി പ്രൈസ് 38 രൂപയ്ക്ക് കിട്ടിയ LPG ഇന്ന് ഞാൻ സൈൻ ചെയ്തത് 55 രൂപയാണ്, ഓൾമോസ്റ്റ് ഡബിൾ ദി കോസ്റ്റ്. ഫർണസ് ഓയിൽ 55 86. സോ ഇതൊക്കെ ക്യാഷ് ഫ്ലോയിനെയും പ്രോഫിറ്റബിലിറ്റിയും ഭയങ്കര നമ്മുടെ മാർജിൻസിന് ഭയങ്കര സ്ട്രെസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഹെൽത്തി ബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ വെച്ചിട്ട് SIFL is going ahead very successfully.
പറഞ്ഞ ഓർഡേഴ്സൊക്കെ സേൺ, ബ്രഹ്മോസ്, നേവിയുടെ ഓർഡേഴ്സ് അതൊക്കെ ഞങ്ങൾ ടെൻഡർ വിളിച്ച് ഫൈറ്റ് ചെയ്തെടുത്ത ഓർഡേഴ്സാണ്. SIFL ഒരിക്കലും ആരെയും നോമിനേറ്റ് ചെയ്യും. ഭാരതത്തിന് പ്രതിരോധ മേഖലയിൽ കരുത്താർന്ന സാന്നിധ്യമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് തൃശൂരിലെ അത്താണിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രതിരോധ മേഖലയിലും എയറോസ്പേസ് രംഗത്തും മുന്നേറുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം 1984 സ്ഥാപിതമാവുകയും 1986 വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് കമ്പനി പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ ISROയിലേക്കും DRDO, DMDE, ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും വേണ്ട വിവിധതരം ഫോർജിങ്സുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചു നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് 2006 ആയപ്പോഴേക്കും SIFL എത്തിച്ചേർന്നു. 350 പേർക്ക് പ്രത്യക്ഷമായും 300 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകി വരുന്ന കമ്പനിയെ ആശ്രയിച്ച് നിരവധി ചെറുകിട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ 25 കോടിയുടെ ആധുനികവൽക്കരണ പദ്ധതി കമ്പനി പൂർത്തീകരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ജനീവ ആസ്ഥാനമായുള്ള യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും 3.5 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഈ ഓർഡറിന്റെ ആദ്യഘട്ട കയറ്റുമതി കഴിഞ്ഞ മാർച്ചിൽ നടന്നതായും ചെയർമാൻ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങൾ അംഗമായ യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് ന്യൂക്ലിയർ പ്രോജക്റ്റിന് ആവശ്യമായ അതിസങ്കീർണമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ കമ്പനി തയ്യാറാക്കി. അതനുസരിച്ച് 5 വർഷത്തിനകം 250 കോടി രൂപയുടെ വിറ്റുവരവാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ വ്യക്തമാക്കി. അത്താണിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും SIFL ഡയറക്ടറുമായ മേരി തോമസ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, A അനിൽ ബോസ്, യൂണിയൻ ഭാരവാഹികളായ UK വാസു, പ്രതാപൻ എന്നിവരും പങ്കെടുത്തു. പല പുതിയ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതൊക്കെ ഇവിടെ ചെയർമാൻ വിശദീകരിച്ചു. ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി കെട്ടിലും മട്ടിലും ഒക്കെ നമ്മുടെ ഈ സ്ഥാപനം മാറേണ്ടതായിട്ടുണ്ട്. പുതിയ യന്ത്രങ്ങളൊക്കെ ഇറക്കേണ്ടതായിട്ടുണ്ട്. 1984 തുടക്കം കുറിച്ചപ്പോഴുള്ള പല മെഷീനുകളുമാണ് ഇന്നവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയുടെ ആ പ്രയോജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായും ഇനി വരുന്ന ഡയറക്ടർ ബോർഡും ഒപ്പം തന്നെ MDയും നമ്മുടെ ഓഫീസേഴ്സും നമ്മുടെ മറ്റ് എംപ്ലോയീസും എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കും.